യെസ്, അപ്പോ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വാർത്താ ദിനം പൂർത്തിയാകുമ്പോൾ ഇന്നത്തെ മുഴുവൻ വാർത്തകൾ, ഒപ്പം ഒരുപാട് വിശേഷങ്ങൾ, പാട്ടുണ്ട്, ഒപ്പം നിങ്ങളുടെ കഥകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് തുടങ്ങിയാലോ? എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് നൈറ്റ് വിത്ത് പ്രജൻ ആൻഡ് പ്രവിത. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് മുതൽ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, കൂടുതൽ പ്രതികരണങ്ങൾ, വെളിപ്പെടുത്തലുകൾ, ഇതൊക്കെ ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇതിന്റെ രഹസ്യ സ്വഭാവം ഉൾപ്പെടെ വിളിച്ചു വരുത്തി പരിശോധിക്കണമെന്നിപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ വാർത്ത കൂടുതൽ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുൾപ്പെടെ ഒരുപാട് വാർത്തകളുണ്ട്, അതിലേക്കെല്ലാം നമുക്ക് വിശദമായി എത്താം. ആദ്യം വാർത്താ തലക്കെട്ടുകളിലേക്ക്. ഹെഡ്ലൈൻസ്. വിശദമായ വാർത്തകൾ നോക്കാം. വളരെ പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അത് ആദ്യം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചോദ്യങ്ങളുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നു. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കോടതി ചോദിച്ചു. കേസെടുക്കണമെന്ന ഹർജിയിൽ സർക്കാരിന്റെ നിലപാട് എന്താണെന്ന് കൂടി കോടതി ചോദിച്ചു. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർത്തിട്ടുമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിരവധി ചോദ്യങ്ങൾ ഇന്ന് സർക്കാരിന് നേരെ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. റിപ്പോർട്ടിൽ സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നാരാഞ്ഞ ഹൈക്കോടതി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയത് ഗുരുതരമായ പ്രശ്നങ്ങളല്ലേ എന്നും ചോദ്യമുന്നയിച്ചു. മൊഴി തന്നവരുടെ പേരുകൾ സർക്കാരിന്റെ പക്കലുണ്ടോ? പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന കുറ്റങ്ങൾ റിപ്പോർട്ടിലുണ്ടോ? മൊഴി നൽകിയവർക്ക് നേരിട്ട് മുൻപിൽ വരാൻ താൽപ്പര്യമുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളും ഹൈക്കോടതിയിൽ നിന്നുണ്ടായി. എന്നാൽ മൊഴി തന്നവരുടെ പേര് വിവരങ്ങൾ കോൺഫിഡൻഷ്യൽ ആണെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ട്. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ മൊഴി നൽകിയാൽ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സമാന നിലപാടാണ് വനിതാ കമ്മീഷനും ഇന്ന് സ്വീകരിച്ചത്. കൃത്യമായിട്ട് പരാമർശങ്ങൾ അവർ തെളിവുകൾ സഹിതം ഉണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ തെളിവുകൾ കൂടുതൽ ശേഖരിച്ചുകൊണ്ട് നടപടികൾ ഉണ്ടാവണം എന്ന് ബന്ധപ്പെട്ട സ്ത്രീകൾ തന്നെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ മാത്രമേ, ഇതിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പരാതിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആർക്കാണോ പരാതി പറയാനുള്ളത് ആ പരാതി സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പരാതി സംബന്ധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കഴിയും. അതേസമയം ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വനിതാ കമ്മീഷനെ കേസിൽ സ്വമേധയാ കക്ഷി ചേർക്കുകയും ചെയ്തു. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹൈക്കോടതി ഇടപെടുന്നു. ഒപ്പം മറ്റിടങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ കാര്യം എന്നുള്ളത് സർക്കാരിനകത്ത് തന്നെ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിലെ നടപടി ഇനി എന്ത് എന്ന് സംബന്ധിച്ച് ഭിന്ന അഭിപ്രായം ഉണ്ടാകുന്നു എന്നതാണ്. റിപ്പോർട്ടിന് മേൽ സ്വമേധയാ കേസെടുക്കാം എന്ന് മന്ത്രി കെ എൻ ബാലഗോപാലും നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി എം പി രാജേഷും ഇന്ന് പ്രതികരിച്ചു. പക്ഷേ സ്വമേധയാ കേസെടുക്കാനാകില്ല എന്നാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത്. കേസെടുക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണെന്ന് സ്പീക്കർ എ എൻ ഷംസീർ പ്രതികരിച്ചു. സമാന നിലപാടാണ് മുഖ്യമന്ത്രിക്കുമുള്ളത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയ ഏതെങ്കിലും വനിത പരാതി നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്നാൽ സർക്കാരിൽ നിന്ന് ഉചിതമായ ഇടപെടലുണ്ടാവും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ സ്വമേധയാ നടപടി സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണം. എന്നാൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നിയമമുണ്ടെന്ന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. നിലവിലുള്ള നിയമം അനുസരിച്ച് തന്നെ നേരിട്ട് പരാതി ഉണ്ടെങ്കിലും അല്ലാതെയൊക്കെ എടുക്കാനുള്ള നിയമമുണ്ടല്ലോ. ആ നിയമം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലല്ലോ. ഇതിന് സമാനമായ പ്രതികരണമായിരുന്നു മന്ത്രി എം പി രാജേഷിന്റേതും. സർക്കാർ നിയമ നടപടി സ്വീകരിക്കും. എന്താണോ നിയമപരമായിട്ട് സ്വീകരിക്കേണ്ട നടപടി, നിയമപരമായ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുക. സർക്കാരിൻ്റെ മുകളിൽ മറ്റാരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടാണോ ഹേമ കമ്മിറ്റി വെച്ചത്? സർക്കാരിൻ്റെ തീരുമാനമായിരുന്നു ഹേമ കമ്മിറ്റിയെ വെക്കാനുള്ളത്. ഇരുവരുടെയും നിലപാടിനെ തള്ളുകയാണ് മന്ത്രി വി എൻ വാസവൻ. കേസെടുക്കാൻ സർക്കാരിന് സാധിക്കില്ല. ഒരാൾ പരാതിപ്പെടാതെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടിൽ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുക്കുന്ന രൂപത്തിലേക്ക് പോയാൽ അത് രക്ഷപ്പെടില്ല എന്നുള്ളതാണല്ലോ സോളാർ മറ്റു രൂപത്തിൽ മാറ്റിവെക്കേണ്ടി വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ചെയ്യേണ്ടതാണെന്നായിരുന്നു സ്പീക്കർ എ എൻ ഷംസീറിന്റെ അഭിപ്രായം. സ്വാഭാവികമായും അതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു, ചിലർ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ കാര്യങ്ങൾ ആലോചിച്ച് ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുമായിരിക്കും.
റിപ്പോർട്ടിലെ ലൈംഗിക ആരോപണങ്ങളിൽ നിയമ നടപടി വേണമെന്ന CPI നേതാവ് ES ബിജിമോൾ ആവശ്യപ്പെട്ടു. FIR ഇട്ടുകൊണ്ട് തന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരിൽ FIR ഇട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്തണം. സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ലെന്ന് വിശദീകരിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പരാതി കിട്ടിയാൽ കേസെടുക്കാമെന്ന മുൻ നിലപാട് ആവർത്തിച്ചു. ഭിന്നത ചർച്ചയായതോടെ മന്ത്രി KN ബാലഗോപാലിന്റെ പഴി മാധ്യമങ്ങൾക്ക്. താൻ പറഞ്ഞത് ഭാഗികമായി അവതരിപ്പിച്ച് ആശയം ചോർത്തിയെന്നാണ് കുറ്റപ്പെടുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞ് നിരവധി പേർ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു സംവിധായകൻ മോശമായി പെരുമാറിയെന്നും അന്ന് പരാതി നൽകാൻ മാർഗമുണ്ടായിരുന്നില്ല എന്നുമാണ് നടി ഉഷ പ്രതികരിച്ചത്. മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയും അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ ഫിലിം ചേംബറിനുള്ളിൽ ഭിന്നത ഇപ്പോഴും തുടരുകയാണ്. ഞാൻ ശക്തമായിട്ട് ഒരു കാര്യത്തിൽ സംസാരിക്കുകയും പ്രതികരിക്കുകയും ചെയ്തതുകൊണ്ടാണ്. അത് എന്താണ് എന്നുള്ളത് എനിക്കിപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായതിന് ശേഷം ആയിരിക്കാം ഇപ്പം മനസ്സിലാകുന്നു അവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് എൻ്റെ അവസരങ്ങൾ പെട്ടെന്ന് പറഞ്ഞ സിനിമകൾ പോലും എൻ്റെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 24 ന്യൂസ് ഈവനിങ്ങിലായിരുന്നു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ നടി ഉഷ ഹസീന തുറന്നു പറഞ്ഞത്. അന്ന് പരാതിപ്പെടാൻ മാർഗമുണ്ടായില്ലെന്നും പലരും ഇതേ പരാതി ഉന്നയിച്ചിരുന്നുവെന്നും ഉഷ. എല്ലാം സഹിച്ചത് സാമ്പത്തിക ബാധ്യത കാരണമാണ്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ദയവായിട്ട് ഇതിനകത്ത് നിയമത്തിൻ്റെ മുന്നിൽ ഇവരെ കൊണ്ടുവന്ന് അവർക്ക് അതൊരു മാതൃകയായിരിക്കണം. നിശബ്ദത ഒന്നിനും പരിഹാരമല്ലെന്നും മൊഴികളും പരാതികളും ഗൗരവത്തോടെ സമീപിക്കണമെന്നും സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ഫേസ്ബുക്കിലായിരുന്നു പ്രതികരണം. അതേസമയം സ്ഥാപക അംഗത്തിനെതിരെ നടക്കുന്ന സൈബർ ആക്രമണത്തെ അപലപിച്ച് സിനിമാ മേഖലയിലെ വനിതാ കൂട്ടായ്മ WCC രംഗത്തെത്തി. വനിതകളെ അപമാനിക്കാനല്ല ഈ പഠനം ഉപയോഗിക്കേണ്ടതെന്നും WCC. സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കണമെന്നായിരുന്നു ഗായിക ഉഷ ഉദുപ്പിന്റെ പ്രതികരണം. If this is true, ഇത് സത്യമാണെങ്കിൽ then we have to think about the security one more time and safety. അതേസമയം റിപ്പോർട്ടിൽ ഫിലിം ചേംബറിൽ കടുത്ത ഭിന്നത തുടരുകയാണ്. മൊഴികൾ പറഞ്ഞു പഠിപ്പിച്ചതാണെന്ന ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ പരാമർശത്തിനെതിരെ അംഗങ്ങൾ രംഗത്തു വന്നു. നിലപാട് ഔദ്യോഗികമാണോ എന്ന് ജനറൽ ബോഡിയിൽ സാന്ദ്ര തോമസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു. ഭിന്നത ശക്തമായതോടെ ഫിലിം ചേംബർ അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലുള്ള നിലപാട് അഭിനേതാക്കളുടെ സംഘടന അമ്മ ഇനിയും വ്യക്തമാക്കിയിട്ടില്ല. 24 കൊച്ചി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സിനിമാ നടന്മാരും നടിമാരും, അത് പ്രത്യേകിച്ച് ഇതിലൊരു പേരെടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ എല്ലാവരും സംശയം നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ സിനിമയിൽ അഭിനയിക്കുന്നവരെല്ലാം ഇങ്ങനെ തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലാണ് പലപ്പോഴും പൊതുസമൂഹം പ്രതികരിക്കുന്നത്. അതിൽ തന്നെ ഇതിൽ WCCയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം വന്നത് അതേറെ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇപ്പോൾ അതിലൊരു വിശദീകരണവുമായി WCC തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് അല്ലേ? അതെ, മാത്രമല്ല പോസ്റ്റ് ഇപ്പോൾ നടി മഞ്ജു വാര്യർ പങ്കുവച്ചിട്ടുണ്ട്. WCCയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത്. സൈബർ ആക്രമണത്തെ അപലപിച്ചാണ് WCC പോസ്റ്റ് ഇട്ടത്. അത് ഇപ്പോൾ ഷെയർ ചെയ്തിരിക്കുന്നത് മഞ്ജു വാര്യരാണ്. മഞ്ജു വാര്യർക്കെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് WCC ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയത്. അനിവാര്യമായ വിശദീകരണം എന്ന തലക്കെട്ടിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ് മഞ്ജു വാര്യർ പങ്കുവച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ നിന്ന് നേരെ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെ തീ തിന്ന ഒരു വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള ഒരു 13-കാരിയുടെ മാതാപിതാക്കൾ, ആ ഒരു പ്രായത്തിൽ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അറിയാം എത്രത്തോളം ഒരു പേടി ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടാകുമെന്ന്. പറഞ്ഞു വരുന്നത് കാണാതായ ആ 13-കാരിയെക്കുറിച്ചാണ്. അപ്പോൾ 13-കാരി ഇപ്പോൾ കേരളത്തിന്റെ സുരക്ഷിത കരങ്ങളിലാണ്. കഴിഞ്ഞ രാത്രിയിൽ ഏതാണ്ട് ഗുഡ് നൈറ്റ് ഷോ തുടങ്ങാൻ പോകുന്ന സമയത്താണ് ആ സന്തോഷ വാർത്ത, നമ്മളെ എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്ന വാർത്ത വന്നത്. വിശാഖപട്ടണത്ത് നിന്നും പെൺകുട്ടിയെ കണ്ടെത്തി, 13-കാരിയെ കണ്ടെത്തി എന്നുള്ള വാർത്ത. അതിന് പിന്നാലെ പിന്നെ എന്താണ് സംഭവിച്ചത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുകയും ചെയ്തു. എന്തായാലും മറ്റന്നാൾ കുട്ടി കേരളത്തിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട്. കുട്ടിക്ക് മാതാപിതാക്കളിൽ നിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും എന്നാണ് പോലീസിന്റെ പ്രതികരണം.
കേരളം പ്രാർത്ഥനകളോടെ കാത്തിരുന്ന കഴക്കൂട്ടത്തെ ആ 13 വയസ്സുകാരി ദാ വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിൽ സുഖമായി കഴിയുന്നു. രാവിലെ ഇപ്പോൾ സംസാരിച്ചിരുന്നു. കുട്ടി കണ്ട ഉടനെ തന്നെ കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നു. നല്ല ചിരിച്ച് സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നലെ രാത്രി വൈകിയാണ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി കുട്ടിയെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയതിനു ശേഷമായിരിക്കും കേരളത്തിലേക്ക് കുട്ടിയെ മടക്കി കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ആരംഭിക്കുക. രണ്ട് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന കേരളത്തിൽ നിന്നുള്ള സംഘം നാളെ ഉച്ചയോടെ വിശാഖപട്ടണത്തെത്തും. വൈദ്യപരിശോധന ഉൾപ്പെടെ ഇവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് CWC കുട്ടിയെ കേരള പോലീസിന് കൈമാറും. 13-കാരിയെ മറ്റന്നാൾ തിരുവനന്തപുരത്ത് എത്തിക്കും. ആ കുട്ടി ഇപ്പോൾ വൈശാഖിലുള്ള CWCയുടെ കൺട്രോളിലാണ്. അവർ ആ കുട്ടിയെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ടീം അവരെ റിക്കവർ ചെയ്യാൻ പോയിട്ടുണ്ട്. കുട്ടി എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനായി കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. എന്നാൽ അത്തരം നടപടികൾ കേരളത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. വിശാഖപട്ടണത്ത് നിന്നും ടീം 24. ഈ കുട്ടിയെ കണ്ടെത്തിയ വാർത്ത പറയുമ്പോഴൊക്കെ എനിക്ക് അലക്സിനെ ഓർമ്മ വരുന്നു. അലക്സിന്റെ സമയോചിതമായ ഇടപെടലാണ് ഇത്രയും വേഗം കുട്ടിയെ കണ്ടെത്താൻ സഹായിച്ചത്. കുട്ടിയെ കണ്ടെത്തുമായിരുന്നു, പക്ഷെ ഇത്ര വേഗം നടക്കുമെന്ന് അറിയില്ല. അലക്സിന് ഒരുപാട് അഭിനന്ദന പ്രവാഹം ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ കാണുന്നുണ്ട്. അത് കാണുമ്പോഴും ഒരുപാട് സന്തോഷം. യെസ്, അപ്പോൾ ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടാണ് ആ റിപ്പോർട്ടിലേക്കാണ് അടുത്തായി കടക്കുന്നത്. കണക്കൂട്ടൊന്നും കാണാതായ 13-കാരിയെ കണ്ടെത്താനുള്ള നീക്കങ്ങളിൽ നിർണായകമായത് 24-ന്റെ ഇടപെടലുകളാണ്. ചൊവ്വാഴ്ച വൈകിട്ട് പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നത് മുതൽ 24 വാർത്താ സംഘവും കുട്ടിക്കായി നാട് മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് നടത്തിയ സമയോചിതമായ ഇടപെടലിലാണ് വിശാഖപട്ടണത്തു നിന്നും പെൺകുട്ടിയെ കണ്ടെത്തിയത്. കഴക്കൂട്ടത്ത് നിന്നും 13-കാരിയെ കാണാനില്ലെന്ന വാർത്ത ചൊവ്വാഴ്ച വൈകിട്ട് 5:45 24 പുറത്തുവിടുന്നത്. പിന്നീട് അങ്ങോട്ട് തിരച്ചിലിന്റെ മണിക്കൂറുകൾ. ചൊവ്വാഴ്ച രാത്രി മുഴുവൻ പോലീസ് നടത്തിയ തിരച്ചിലിൽ 24-ഉം ഭാഗമായി. ബുധനാഴ്ച പുലർച്ചെ 4 മണിയോടെ കുട്ടി തമിഴ്നാട്ടിലേക്ക് പോയെന്ന നിർണായക വിവരവും 24 പുറത്തുവിട്ടു. ഒരു കുട്ടി നോർമലായിട്ട് ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. പിന്നെ എന്താണ് കാണുമ്പോൾ തന്നെ നമ്മുടെ മലയാളിയാണെന്ന് തോന്നിയില്ല. എന്നാലും ഞാനിത് ഫോട്ടോ എടുത്ത് വെച്ചിരുന്നേ ഉള്ളൂ. അന്ന് രാവിലെ 24 ന്യൂസിന്റെ തന്നെയാണ് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്ന യൂട്യൂബില്. മഴയായോണ്ട് അപ്പൊ അതിൽ വിളിച്ചപ്പോഴാണ് പിന്നെ പോലീസ് തിരിച്ച് വിളിച്ചെന്നെ അറിയിച്ചത്. പിന്നാലെ പോലീസ് സംഘത്തോടൊപ്പം കന്യാകുമാരിയിലേക്ക്. റെയിൽവേ സ്റ്റേഷനിലും പരിസരത്തും പോലീസിനൊപ്പം 24-ഉം കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ നടത്തി. ഒടുവിൽ പോലീസ് അന്വേഷണം ചെന്നൈയിലേക്ക്. മുന്നോട്ടു പോകാനുള്ള തുമ്പിനായി പോലീസ് കാത്തുനിന്നപ്പോൾ 24 പ്രേക്ഷകരെ ഒപ്പം ചേർത്ത് ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. 7:45 എഗ്മോറിൽ നിന്ന് പുറപ്പെടുന്ന താമ്പരം സാന്ത്രാഗച്ചി അന്ത്യോദയ എക്സ്പ്രസ്. 24 തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് വിശാഖപട്ടണത്തെ മലയാളി സമാജം പ്രവർത്തകരെ വിളിച്ച് സഹായം തേടി. ഒടുവിൽ ആ സന്തോഷ വാർത്ത 24 പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു, ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, പ്രേക്ഷക പിന്തുണയോടെ 24 നടത്തിയ നീക്കങ്ങൾ അസം സ്വദേശികളായ കുട്ടിയുടെ മാതാപിതാക്കളുടെ സന്തോഷത്തിന് കാരണമായി. ആശങ്കയുടെ 37 മണിക്കൂർ 24-നോടൊപ്പം നിന്ന പ്രേക്ഷകർക്ക് നന്ദി. 24 തിരുവനന്തപുരം. യെസ് പ്രേത, നമ്മുടെ കമന്റ് ബോക്സിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കമന്റുകൾ വരുന്നു. ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു, രാത്രി മുഴുവൻ ലൈവായിരുന്നു 24, നിങ്ങൾ നമ്പർ 1 തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ എന്ന് ശ്രീരാജ് കാലിക്കറ്റ് പറയുന്നു. അങ്ങനെ ഒരുപാട് പേർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇന്നലെ രാത്രി തൊട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ കുട്ടിയുടെ പിന്നാലെയുള്ള നമ്മുടെ പോക്ക്, തിരയൽ, ഇതെല്ലാം തന്നെ അതിനെല്ലാം വലിയ പിന്തുണ പ്രേക്ഷകരാണ് തന്നത്. നിങ്ങളുടെ പിന്തുണ ഇല്ലാതെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ ബബിത എന്ന് പറയുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ചിത്രം പങ്കുവച്ച കുട്ടി കൂടി പറഞ്ഞത് 24-ൽ ഈ വാർത്ത കണ്ടപ്പോഴാണ് ഇത് ഫോട്ടോ എടുത്തതും ആ എടുത്ത കാര്യം അയക്കാൻ തോന്നിയത് നോക്കിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. മറ്റൊരു വാർത്ത കൊൽക്കത്തയിൽ നിന്നുള്ളതാണ്. കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർക്കെതിരെ കൂട്ടബലാത്സംഗം ഉണ്ടായിട്ടില്ലെന്ന് CBIയുടെ കണ്ടെത്തൽ. സഞ്ജയ് റോയ് മാത്രമാണ് കുറ്റക്കാരനെന്നും CBI വ്യക്തമാക്കുന്നു.
മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ്, മുഖ്യമന്ത്രി സഞ്ജയ് റോയ് തുടങ്ങി 5 പേരുടെ നുണപരിശോധന നടത്താൻ CBI കോടതിയിൽ അപേക്ഷ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടറുടെ കൊലപാതകത്തിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളിൽ ഭിന്നത ശക്തമാകുന്നു എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട്. വനിതാ ഡോക്ടറെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യമുയർന്ന ആരോപണം. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടും CCTV ദൃശ്യങ്ങളും പരിശോധിച്ച് CBI ഇക്കാര്യം നിഷേധിക്കുകയാണ്. കൂട്ടബലാത്സംഗം നടന്നിട്ടില്ലെന്നാണ് CBI വൃത്തങ്ങൾ പറയുന്നത്. പോലീസ് സിവിക് വളണ്ടിയർ സഞ്ജയ് റോയ് മാത്രമാണ് കേസിലെ പ്രതിയെന്ന നിഗമനത്തിലേക്ക് CBIയും എത്തുന്നു. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI തുടർച്ചയായി 7-ാം ദിവസവും ചോദ്യം ചെയ്തു. സന്ദീപ് ഘോഷിന്റെ നുണപരിശോധനയ്ക്ക് CBI കോടതിയുടെ അനുമതി തേടുമെന്നാണ് സൂചന. RG-കർ മെഡിക്കൽ കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ സുഹൃത പാൽ, ആശുപത്രി സൂപ്രണ്ട് തുടങ്ങിയവരെ ചുമതലകളിൽ നിന്ന് സർക്കാർ നീക്കി. മെഡിക്കൽ കോളേജിന്റെ സുരക്ഷ പൂർണ്ണമായും CISF ഏറ്റെടുത്തു. വിഷയത്തിൽ മമതാ ബാനർജിയും അനന്തരവൻ അഭിഷേക് ബാനർജിയും തമ്മിൽ ഭിന്നത ശക്തമാകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. സന്ദീപ് ഘോഷിനെതിരെ കടുത്ത നടപടിയെടുക്കാത്തതിൽ അഭിഷേകിനും പ്രതിസന്ധി ഘട്ടത്തിൽ അഭിഷേക് ഇടഞ്ഞു നിൽക്കുന്നതിൽ മമതയ്ക്കും അതൃപ്തിയുണ്ടെന്നാണ് റിപ്പോർട്ട്. സുപ്രീം കോടതി ഇടപെടലിന്റെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ പണിമുടക്കിൽ നിന്നും പിന്മാറുമ്പോഴും അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട തങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് RG-കോർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ തീരുമാനം. RG-കോർ മെഡിക്കൽ കോളേജിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അടുത്ത റിപ്പോർട്ടിലേക്ക് പോകാം അല്ലേ. നേരെ വയനാട്ടിലേക്കാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിലെ ദുരിതബാധിതരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-നകം പൂർത്തിയാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ അറിയിച്ചു. കുറ്റമറ്റ രീതിയിൽ നടത്തണം എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ കാലതാമസം എന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം ഇനി സുരക്ഷിതമല്ലെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം റിപ്പോർട്ട് നൽകി. മുണ്ടക്കൈയിലും ചൂരൽമലയിലും കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളുണ്ടെന്നും പുഞ്ചിരിമട്ടം സുരക്ഷിതമല്ലെന്നുമാണ് വിദഗ്ധ സംഘത്തിന്റെ പ്രധാന കണ്ടെത്തൽ. ടൗൺഷിപ്പിന് വേണ്ടി സർക്കാർ 8 സ്ഥലങ്ങളുടെ ലിസ്റ്റ് വിദഗ്ധ സമിതിക്ക് കൈമാറിയിരുന്നു. ഇതിൽ 5 ഇടങ്ങൾ സുരക്ഷിതമെന്നും റിപ്പോർട്ടിലുണ്ട്. താൽക്കാലിക പുനരധിവാസം ഈ മാസം 30-ന് പൂർത്തിയാക്കുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ പറഞ്ഞു. നിലവിൽ 35 കുടുംബങ്ങൾ മാത്രമാണ് 4 ക്യാമ്പുകളിലായുള്ളത്. അടുത്ത വ്യാഴാഴ്ച ക്യാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന 3 സ്കൂളുകൾ തുറക്കും. സ്വയം വീടുകൾ കണ്ടെത്തിയവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറെ ബന്ധപ്പെടാമെന്നും റവന്യൂ മന്ത്രി. 30-ാം തീയതിയാണ് ആദ്യ ദിവസം തന്നെ ഇന്ന് പുനരധിവാസം താൽക്കാലികമായി പൂർത്തിയാകും എന്ന് പറഞ്ഞവരോടൊക്കെ ഞങ്ങൾ മന്ത്രിസഭാ സമിതി അംഗങ്ങളും കളക്ടറും പറഞ്ഞിരുന്ന ഒരു തീയതി 30-ാം തീയതിക്ക് മുമ്പ് പരമാവധി ശ്രമിക്കും എന്നാണ്. അത്ര പോകേണ്ടി വരില്ല. 27-28 ആകുമ്പോഴേക്കും നമുക്ക് ആ പ്രവർത്തനം പൂർണ്ണമായി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പുനരധിവാസക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടില്ലെന്നും സേനകളുടെ സാന്നിധ്യമുണ്ടെന്നുമാണ് സർക്കാർ പറയുന്നത്. ടൗൺഷിപ്പിന്റെ ആദ്യ നടപടികളിലേക്ക് സർക്കാർ കടന്നു കഴിഞ്ഞു. പക്ഷേ ഈ താൽക്കാലിക പുനരധിവാസത്തിലുള്ള മെല്ലെപ്പോക്കിന് കൂടി അടിയന്തര പരിഹാരമുണ്ടാകണം. ടീം 24 വയനാട്. യെസ്, അപ്പോൾ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ആ കമൻറ്റുകളിലേക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വരാം. അപ്പോൾ ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. അലക്സ് റാംബൂന്നിന് ഒരുപാട് കമൻറ്റ് അപ്രീഷിയേഷൻ ഉണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിറയെ. അതൊക്കെ വായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കുറേ നിർദ്ദേശങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് വരാം. ഒരു ചെറിയ ഇടവേള. അപ്പോൾ അറിയാലോ, നമ്മുടെ ഒരു QR കോഡ് നിങ്ങളുടെ സ്ക്രീനിലോട്ട് വരുന്നു. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് നമ്മളെ വിളിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. പെട്ടെന്ന് ഇത് സ്കാൻ ചെയ്ത് വീഡിയോ കോൾ ചെയ്തുകൊണ്ട് Zoom വഴി നിങ്ങൾക്ക് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താം. അപ്പോൾ അത് ചെയ്യാം. ഒരു ചെറിയ ഇടവേള എടുക്കുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് ചെയ്യാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ പോയി കഴിഞ്ഞാലും ഈ QR കോഡ് നിങ്ങൾക്ക് അവിടെ കാണാം. പെട്ടെന്ന് ഒരു ഇടവേള കഴിഞ്ഞാൽ കാണാം. അപ്പോൾ വെൽക്കം ബാക്ക്. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു പ്രേക്ഷകരുടെ കമന്റ്സിലേക്ക് വളരെ പെട്ടെന്ന് എത്തുന്നു. അപ്പോൾ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ് ഉണ്ട്. അതിൽ ചിലരൊക്കെ പാട്ട് വേണം എന്ന് പറയുന്നുണ്ട്. ഈ ഹൃദയസഖി എന്നുള്ള പാട്ട് അറിയോ? ഇല്ല. അപ്പോൾ പാടണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ. അതാണോ? എനിക്ക് ലിറിക്സ് അറിഞ്ഞൂടാ. അത് പഠിച്ചിട്ട് പാടാം. അപ്പൊ രാജിയാണ് ആവശ്യപ്പെട്ടത്. പ്ലീസ് പാടൂ എന്ന് പറയുന്നുണ്ട്. ആ പാട്ട് പാടുന്നില്ലെങ്കിൽ മറ്റൊരു പാട്ട് പ്രവിതയോട് പാടാൻ പറയുന്നുണ്ടല്ലോ. ആ പാട്ട് പാടാമോ? അതേതാ? അരികിലില്ലെങ്കിലും. അരികിലില്ലെങ്കിലും അറിയുന്നു ഞാൻ നിന്റെ കരലാളത്തിന്റെ മധുര സ്പർശം. അകലെയാണെങ്കിലും ഓർക്കുന്നു ഞാൻ നിന്റെ ദിവ്യാനുരാഗത്തിൻ ഹൃദയമന്ത്രം. അത്ര അറിയുള്ളൂ കേട്ടോ, ബാക്കി ലിറിക്സ് അറിയില്ല. സുലൈമാൻ അബ്ദുൽ ഖാദർ പറഞ്ഞു, രാവിലെ മോർണിംഗ് ഷോയിൽ പറഞ്ഞു കുട്ടി, അതായത് നമ്മുടെ 13 വയസ്സുകാരിയാണ്, കുട്ടിയെ നാളെ കൊണ്ടുവരുമെന്ന്. ദാ ഇപ്പോൾ പറയുന്നു കുട്ടിയെ മറ്റന്നാളെ കൊണ്ടുവരുമെന്ന്. രാവിലെ ഒരു വാർത്ത, വൈകിട്ടൊരു വാർത്തയാണല്ലോ.
സുലൈമാൻ, അങ്ങനെയല്ല, നാളെയോടുകൂടി നമ്മുടെ പോലീസ് സംഘം അവിടെ എത്തുന്നുണ്ട്. ഇതിനൊക്കെ ഒരു നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് അതെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ കുട്ടിയെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇതെല്ലാം 2 സംസ്ഥാനങ്ങളിലായിട്ടുള്ള കിടക്കുന്ന കേസാണ്. ഇപ്പം കിട്ടിയിരിക്കുന്നത് വിശാഖപട്ടണത്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില നടപടിക്രമങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാലതാമസം മാത്രമാണ്. നാളോടുകൂടി തന്നെ കേരള പോലീസ് ഇവിടെ എത്തും. കുട്ടിയെ ഹാൻഡ് ഓവർ ചെയ്യുന്നത് വൈകിട്ടോടെയായിരിക്കും. മറ്റന്നാൾ ഇവിടെ കേരളത്തിൽ കഴക്കൂട്ടത്ത് തന്നെ എത്തിക്കും. ഇതാണ് അതിന്റെ രീതി. അതുമായി ബന്ധപ്പെട്ട് വിൻസി പറയുന്നുണ്ട്, ഈ കൊച്ചു അങ്ങോട്ട് അരമണിക്കൂറേ എടുത്തോളൂ, തിരിച്ചു വരാൻ 3 ദിവസമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഒപ്പം സുനിൽ പറയുന്നു, അലക്സ് റാം മുഹമ്മദിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനുണ്ട്, ഒരു സാമൂഹ്യ പ്രവർത്തകനുണ്ട്, സൂപ്പർ എന്ന് പറയുന്നുണ്ട്. മിനി ബാബു പറയുന്നു, അലക്സ് റാം മുഹമ്മദിനെ CBI കൊണ്ടുപോകാൻ നോക്കിക്കോ, നല്ല റിപ്പോർട്ടറാണ് എന്ന് പറയുന്നു. അതെ, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുടെ കമന്റ്സ്. അതിൽ മറ്റൊരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു, എവിടെയാ കമന്റ് കാണുന്നില്ല. ക്യൂൻ ഗേൾ പറയുന്നു, രാവിലെ തൊട്ട് കാണിക്കുന്ന ന്യൂസിൽ നിന്ന് നല്ല ന്യൂസ് സെലക്ട് ചെയ്തിട്ടാണോ രാത്രി വായിക്കുന്നത്? അങ്ങനെയാണോ? അങ്ങനെ തോന്നിയോ? അല്ലല്ലോ, പ്രധാനപ്പെട്ട വാർത്തകൾ നമ്മൾ വിശദമായി നൽകുന്നു. ഒപ്പം തന്നെ മറ്റു വിശേഷങ്ങളുണ്ട്, കഥകളുണ്ട്, എല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ് നൈറ്റ് ഷോയിൽ അവതരിപ്പിക്കുന്നത്. ഒരു പക്ഷേ തുടക്കം തൊട്ട് കാണുന്ന ഒരാളാണെങ്കിൽ അത് അതിന്റെ ഫോർമാറ്റ് ഇതാണെന്ന് മനസ്സിലായി കാണും. അപ്പം നന്ദൂസ് വേൾഡ് പറഞ്ഞ എന്റെ പ്രത്യേക അന്വേഷണം അലക്സ് റാം മുഹമ്മദിനെ അറിയിച്ചേക്കണേ. പിന്നെ എന്റെ അച്ഛന്റെ ഫേവറേറ്റ് ന്യൂസ് റീഡർ ഡോക്ടർ ഉന്മേഷിനെയും അടുത്ത മാസം 15-ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ്. അപ്പോൾ അച്ഛൻ അടുത്ത് മരിച്ചു എന്നാണ് ഞാൻ ഈ കമൻറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിലൊരു കരയുന്ന ഇമോജി ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉന്മേഷ് ഇത് കേൾക്കുന്നുണ്ടാവും. ഉന്മേഷ് ഇവിടെ തന്നെ ഉണ്ട്. ഉന്മേഷിന് അത് ഇതിനോടകം തന്നെ കൺവേ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്, റോക്ക് ആൻഡ് റോൾ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്ന് വന്നൊരു മെസ്സേജാണ്. 23 മണിക്കൂർ തുടർച്ചയായി കറണ്ട് ഇല്ലാതായിട്ട് KSEB മെയിൻ സ്റ്റേഷൻ നമ്പർ ആരെങ്കിലും തരാമോ എന്ന് റോക്ക് ആൻഡ് റോൾ പറഞ്ഞു. 23 മണിക്കൂറായിട്ട് കറണ്ട് ഇല്ലാത്തൊരു സ്ഥലം, അത് എവിടെയാണ്? റോക്ക് ആൻഡ് റോളിന് ഡീറ്റെയിൽസ് തരൂ, നമുക്ക് നോക്കാം എന്താണ്. ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാടാൻ അറിയില്ലെങ്കിൽ വെച്ചിട്ട് പോടേന്ന്. എന്നോടാണോ? നമ്മളോട് രണ്ടുപേരോടും ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കൂടുതൽ കമന്റ്സിലേക്ക് വരാം. അതിനു മുമ്പ് അടുത്ത റിപ്പോർട്ടിലേക്ക് വരാം. നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. എന്താണ് ദിവസത്തിന്റെ പ്രത്യേകത എന്നല്ലേ? നമ്മുടെ ചന്ദ്രയാൻ 3 ഓർക്കുന്നുണ്ടല്ലോ, നമ്മളൊരു വലിയ മൈൽ സ്റ്റോൺ പിന്നിട്ട ചന്ദ്രയാൻ 3 പദ്ധതി. അത് അവിടെ ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ട് നാളെ 1 വർഷം പൂർത്തിയാവുകയാണ്. അങ്ങനെ ആ 1 വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു പുതിയ വിവരം വരുന്നുണ്ട്. ആ വിവരത്തിലേക്കാണ് നമ്മൾ ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നത്. അത് വളരെ നിർണായകമാണ്. ഉരുകിയ പാറകളുടെ സാന്നിധ്യം ചന്ദ്രയാൻ 3 സ്ഥിരീകരിച്ചു എന്ന് ആണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു കാലത്ത് മാഗ്മയുടെ കടലായിരുന്നു ചന്ദ്രൻ എന്ന സിദ്ധാന്തത്തെ സ്ഥിരീകരിക്കുന്ന തെളിവുകളാണ് പരിശോധനയിൽ നിന്നും വ്യക്തമാകുന്നത്. മാത്രമല്ല, അതിനകത്ത് ഒരുപാട് പേലോഡുകൾ ഉണ്ട് നമ്മൾ പറഞ്ഞതാണ്. അദ്ദേഹത്തെ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്ന് പറയുന്ന പേലോഡ് നടത്തിയ പഠനമാണ് ഇപ്പോൾ ഈ രീതിയിൽ ഒരു റിപ്പോർട്ടായി ജേണലിൽ വന്നിരിക്കുന്നത്. കാണാം. Lift-off normal. Here we have a majestic lift-off of LBM-3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. P2 tracking. 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ചന്ദ്രോപരിതലത്തിൽ ഉരുകിയ പാറകളുടെ കടലാണ് ഉണ്ടായിരുന്നതെന്ന് ചന്ദ്രയാൻ 3 കണ്ടെത്തി. പ്രഗ്യാൻ റോവറിലെ പേലോഡുകളിലൊന്നായ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ നടത്തിയ ചന്ദ്രോപരിതലത്തിലെ മണ്ണിന്റെ പരിശോധനയിലാണ് ഇക്കാര്യം വെളിപ്പെട്ടത്. നേച്ചർ മാഗസീനിലാണ് ഈ കണ്ടെത്തൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ജൂലൈ 23-നാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3-ലെ വിക്രം ലാൻഡർ ഇറങ്ങിയത്. ചന്ദ്രൻ എങ്ങനെയാണ് ഉണ്ടായതെന്ന ലൂണാർ മാഗ്മ ഓഷ്യൻ സിദ്ധാന്തത്തെ സ്ഥിരീകരിക്കാൻ ഈ കണ്ടെത്തലുകൾ വഴിവെക്കും. രൂപപ്പെട്ട സമയത്ത് ഫെറോൺ അനോർത്തോസൈറ്റ് ദ്രവാവസ്ഥയിലുള്ള ധാതു ഉപരിതലത്തിലുണ്ടായിരുന്നുവെന്നും ഈ ഉരുകിയ പാറയാണ് ചന്ദ്രോപരിതലം സൃഷ്ടിച്ചത് എന്നുമാണ് കണ്ടെത്തൽ. അഹമ്മദാബാദിലെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും ISROയും സംയുക്തമായി നടത്തിയ പഠനത്തിലാണ് ഫെറോൺ അനോർത്തോസൈറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. ചന്ദ്രയാൻ 3 ലാൻഡിംഗിന് നാളെ 1 വർഷം തികയാനിരിക്കെ ഈ കണ്ടെത്തൽ ദൗത്യത്തിന് മറ്റൊരു പൊൻതൂവലായി മാറിയിരിക്കുകയാണ്. റിസർച്ച് ഡെസ്ക് 24. യെസ്, മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോവാം. ഇപ്പോഴും ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പുതുതായിട്ട് വന്നൊരു പ്രേക്ഷകൻ പറയുന്നതാണ്, ഈ പരിപാടി ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്, ഇത് എൻ്റെ ഉറക്കം കളയും എന്നാണ് തോന്നുന്നത്. ആദം മുഹമ്മദാണ് ആ പുതിയ പ്രേക്ഷകൻ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഉറക്കം കളയുന്ന പരിപാടിയാണോ ഇത്? ഉറക്കം കളയെല്ലാം നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയാണ്, സമാധാനമായി ഉറങ്ങാൻ ഉള്ള ചേരുവകളാണ് നമ്മൾ ഗുഡ് നൈറ്റ് ഷോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആകാശ് പറയുന്നത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണോ, ഒന്ന് വിഷ് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഹാപ്പി ബർത്ത്ഡേ ആകാശ്. യെസ്, അപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ ഡയറക്റ്റ് നമ്മുടെ സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നു. ജോമോൻ വർക്കി ഫ്രം ഷാർജ. ഹലോ, ഹായ്. ജോമോൻ വരട്ടെ. ഹായ്, നമസ്കാരം. നമസ്കാരം, എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ? നമസ്കാരം ചേട്ടാ. സുഖമായിരിക്കുന്നു. ഓക്കെ, പറയൂ വിശേഷങ്ങൾ. ഷാർജയിൽ എന്ത് ചെയ്യുന്നു, നാട്ടിൽ എവിടെയാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ പറയൂ.
ഷാർജയിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. JV തോമസൺ ചാർട്ടേഡ് അക്കൗണ്ട്സ് എന്ന ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ വീട്ടിലായിരിക്കും ദുബായിലാണ് ഓഫീസ്, താമസിക്കുന്നത് ഷാർജയിലാണ്. ഷാർജ മഹത്ത ഭാഗത്താണ് താമസിക്കുന്നത്. ഭാര്യയും 2 മക്കളും ഉണ്ട് ഇവിടെ. നാട്ടിൽ വയനാട് മാനന്തവാടിയാണ്. വയനാടാണല്ലേ. നമുക്ക് വയനാട് എന്ന് പറയുമ്പോ ഇപ്പൊ അടുത്ത വാർത്തകൾ വന്നതൊക്കെയാണ് ഓർമ്മ വരിക. പറയുമ്പോൾ നമുക്കൊരു പകരം രീതിയാണ് ഇപ്പോഴും. കാരണം ഞങ്ങളിവിടെ UAE വയനാട് അസോസിയേഷൻ ഉണ്ട്. പ്രവാസി വയനാട് UAE എന്ന് പറയുന്ന അസോസിയേഷന്റെ ഭാഗവും കൂടിയാണ് ഞാൻ. അതിലെ ഭാരവാഹി കൂടിയാണ്. കാരണം ഇവിടുത്തെ അറിയാലോ, നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ഫണ്ട് പിരിവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അത് അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അറിയാൻ ചേട്ടാ, അവിടെ നിന്ന് ഒരുപാട് പ്രവാസി സമൂഹത്തിന് ഒരുപാട് സഹായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വയനാട്ടിലേക്ക്. നമ്മൾ അറിയുന്നുണ്ട് അത്തരം കാര്യങ്ങൾ. അപ്പോ വിശേഷത്തിലേക്ക് വന്നാലോ നമുക്ക്, നമ്മൾ ഈ വയനാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം ആയി പോകുന്നു അല്ലെ. നമുക്കത് എന്താ ചോദിക്കാൻ വന്നു? തീർച്ചയായിട്ടും അതെ, ഇപ്പോ ഒരുപാട് വർഷമായിട്ട് അവിടെ ഷാർജയിലാണെന്ന് പറയുന്നു. അപ്പോ നാട്ടിലേക്കൊക്കെ വരുന്നത് എങ്ങനെയാണ്? ഇവിടുത്തെ വാർത്തകളൊക്കെ എങ്ങനെയാ അറിയുന്നത്? 24 തന്നെയാണോ അറിയുന്നത്? അതെ, 24 തന്നെയാണ്. എല്ലാ ദിവസവും കാണുന്നത് 24 തന്നെയാണ്. ഇത് എന്നും എല്ലാ വാർത്തകളും പ്രധാനപ്പെട്ട വിശേഷങ്ങളും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഫ്ലവേഴ്സ് തന്നെയാണ്. കാരണം കുറച്ച് ആധികാരികമായി വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിന്റെ കാര്യം തന്നെ. താങ്ക് യു ചേട്ടാ. ജോമൻ ചേട്ടാ, നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ ചാനൽ വരുത്താൻ ഈ ഒരു മാറ്റം ഉണ്ടാവണം, മാറ്റിയാൽ കൊള്ളാം, അല്ലെങ്കിൽ ഇങ്ങനെ ആയാൽ കൊള്ളാം എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു വാർത്തയുണ്ടല്ലോ, കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് അവരുടെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് തന്നെ അത് പൊതുസമൂഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു നേതാക്കളിലേക്ക് എത്തി അതിന് പരിഹാരം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തനം, അത് വളരെ വൈകിട്ട് നമ്മൾ സംരക്ഷണം ചെയ്യുന്ന അതെ, പൊതുജനം കഴുതിയല്ല, അതൊരു വളരെ ക്രിയേറ്റീവ് ആയിട്ട് തോന്നി. കൃത്യമായിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് അത് പരിഹാരം കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തില് 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന കാലഘട്ടത്തില് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പം അതൊരു തലമുറയ്ക്ക് തന്നെ ഒരു മാതൃകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അത് ചെയ്യുന്നുണ്ട്, അതിനെ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരുപാട് നന്ദിയുണ്ട് ചേട്ടാ. അപ്പം നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ വിളിച്ചറിയിച്ചതിൽ, അപ്പം തന്നെ ഈ ഷോയുടെ ഭാഗമായി പങ്കെടുത്തതിൽ നമുക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. തുടർന്ന് നമ്മുടെ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഓരോ പരിപാടികളും ഓരോ വാർത്താ പരിപാടികളും എല്ലാം വളരെ വളരെ മഹത്തരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഫ്ലവേഴ്സിനും 24 എല്ലാവിധ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളും ആശംസകളും. താങ്ക് യു. അപ്പോൾ ജോമൻ ചേട്ടനാണ് ഷാർജയിൽ നിന്ന് വിളിച്ചത്. അപ്പം നമ്മളുടെ അടുത്ത് ചേട്ടൻ്റെ അതൊരു സന്തോഷം 24 കാണുന്നതിലൊക്കെ പങ്കുവെച്ചു. പെട്ടെന്ന് അടുത്ത റിപ്പോർട്ടിൽ ഒരു വളരെ രസകരമായ പക്ഷേ നമുക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വാർത്തയിലേക്കാണ്. പാർട്ടിക്ക് പുതിയ പതാകയും ഗാനവും പുറത്തിറക്കി രാഷ്ട്രീയത്തിൽ സജീവമായ തമിഴ് സൂപ്പർ താരം വിജയ് ദളപതി. ചെന്നൈ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തായിരുന്നു തമിഴക വെട്രി കഴകത്തിന്റെ പതാക പുറത്തിറക്കിയത്. പാർട്ടിയുടെ 4 പ്രതിജ്ഞകളും വിജയ് ചടങ്ങിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചുവപ്പും മഞ്ഞയും നിറങ്ങൾ, 2 ആനകൾക്ക് നടുവിൽ ഉദയസൂര്യന് സമാനമായി പുഷ്പം. അതാണ് വെട്രിക്കഴകത്തിൻ്റെ കൊടി. കൊടി രാഷ്ട്രീയ പാർട്ടിയുടേതല്ല, തമിഴ്നാട്ടിലെ വരും തലമുറയുടെ വിജയക്കൊടിയെന്ന് വിജയ്. இது வெறும் நம்மளுடைய ஒரு கட்சிக்கான கொடியா மட்டும் இதை நான் பார்க்கலைங்க. தமிழ்நாட்டோட வருங்கால தலைமுறைக்கான ஒரு வெற்றிக்கான ஒரு கொடியா தான் நான் பார்க்கிறேன். തമിഴ് ഭാഷയെ സംരക്ഷിക്കും, സാമൂഹിക നീതിയുടെയും ജനാധിപത്യത്തിൻ്റെയും പാതയിൽ മുൻപോട്ടു പോകും. എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ അവസരങ്ങളും. പാർട്ടിയുടെ 4 പ്രതിജ്ഞകൾ ഇങ്ങനെ: நமது நாட்டின் விடுதலைக்காகவும் நமது மக்களின் உரிமைகளுக்காகவும் தியாகத்தை எப்போதும் போற்றுவேன். நமது அன்னை தமிழ் மொழியை കാക്ക. കൊടിക്കും പ്രതിജ്ഞയ്ക്കുമൊപ്പം ഫ്ലാഗ് സോങ്ങും പുറത്തിറക്കി. സെപ്റ്റംബർ ആദ്യവാരത്തെ ഗോഡ് സിനിമ റിലീസിന് ശേഷം താരം സജീവമായി രാഷ്ട്രീയ കളത്തിലിറങ്ങും. സെപ്റ്റംബർ അവസാന ആഴ്ചയിലായിരിക്കും തമിഴക വെട്രിക്കഴകത്തിന്റെ ആദ്യ സംസ്ഥാന സമ്മേളനം.
24 ചെന്നൈ. അതൊരു നിർണായക നീക്കമാണ്. തമിഴ്നാട്ടിൽ വിജയ് ഒരു കലക്ക് കലക്കും എന്നാണ് തോന്നുന്നത്. ഒരു പ്രേക്ഷക ഇത് വളരെ പെട്ടെന്ന് വായിക്കാം. സുനിതാശോകനാണ്. ഇവിടെ രാവിലെ 6:30 മുതൽ രാത്രി വരെ 24 ആണ്. എന്നാണ് TV അടിച്ചു പോകുന്നത് അറിയില്ല. വാങ്ങി തന്നേക്കണം പറഞ്ഞേക്കാം എന്ന് പറയും. സ്ഥലം എഴുതിയിട്ടില്ല. അത് ഓണായി തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അടുത്ത റിപ്പോർട്ടിലേക്ക് ഇന്ന് ലോക ഫോക്ലോർ ദിനമാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ ഇന്ന് വൈകിട്ട് നടന്നു. വിവിധ ഫോക്ലോർ കലാരൂപങ്ങൾ പരിപാടിയിൽ അവതരിപ്പിക്കപ്പെട്ടു. ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഓഗസ്റ്റ് 22 ലോക ഫോക്ലോർ ദിനം അതിൻ്റെ എല്ലാ പൊലിമയോടും കൂടി ആഘോഷിക്കുന്ന കാഴ്ചയാണ് വിശാഖപട്ടണത്ത് കാണുന്നത്. തെലുങ്ക് ഭാഷ സംസാരിക്കുന്ന 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ഫോക്ലോർ കലാരൂപങ്ങളാണ് ഇപ്പോൾ ഈ വിശാഖപട്ടണത്തെ ഈ വഴിയിലൂടെ ഇങ്ങനെ വരുന്നത്. ഇത് ദപ്പട് കൊട്ടു എന്നൊരു കലാരൂപമാണ് കലാകാരന്മാർ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. കരകലുക്കാഴ്ചകളാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ ഒക്കുഡോൾ എന്നൊരു വാദ്യോപകരണം ഉപയോഗിച്ചുള്ള കലാപരിപാടികളാണ് കലാകാരന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പം സാഹസികത കൂടി ഈ കലാപരിപാടിയിൽ കാണാൻ കഴിയും. കൊട്ടബൊമ്മലു എന്ന കലാരൂപമാണ് ഇവിടെ ഇപ്പോൾ കലാകാരന്മാർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ കളരിയോട് സാമ്യമുള്ള ഒരു കലാരൂപമാണ് സ്റ്റിക്ക് ഫൈറ്റ്. ഇവിടെ സിലമ്പം എന്നതാണ് കർണാടകത്തിൽ കന്നഡയിൽ ഇതിന് പറയുന്നത്. പുലിവേഷം കെട്ടിയാടുകയാണ് പ്രത്യേക രീതിയിൽ ഇവിടെ കലാകാരന്മാർ. ഏതാണ്ട് 15-ലേറെ കലാരൂപങ്ങളാണ് ഫോക്ലോർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഫോക്ലോർ ദിനവുമായി ബന്ധപ്പെട്ട് വിശാഖപട്ടണത്ത് ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. തൂർപ്പ് ഭാഗവതം എന്ന കലാരൂപമാണ് ഇപ്പോൾ വേദിയിൽ അവതരിപ്പിക്കുന്നത്. സജിൽ ഗുരുവായൂരിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഓരോ ദേശത്തെയും ഓരോ കാഴ്ചകൾ, ഓരോ സംസ്കാരം, പാരമ്പര്യം ഇതെല്ലാം വ്യക്തമാക്കുന്നതാണ്. മണ്ണിന്റെ മണമുള്ളതാണ് ഇത്തരം കലാരൂപങ്ങൾ എന്ന് പറയാം. അതുപോലെ കേരളത്തിലുണ്ട് ഒരുപാട് ഇത്തരം കലാരൂപങ്ങൾ. തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് പ്രേക്ഷകർ പ്രജന്റ് ഇടവേളയിലേക്ക് പോകുന്നതിന് മുൻപ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമന്റുകൾ വരുന്നു. അതിൽ ഏറ്റവും ആദ്യം ശരി ഉത്തരം അതാദ്യം പറയണ്ടേ, എവിടെയാണ് ഫോക്ലോർ അക്കാഡമിയുടെ കേരള ഫോക്ലോർ അക്കാഡമിയുടെ ആസ്ഥാനം എന്ന ചോദ്യമായിരുന്നു. അതങ്ങ് നമ്മുടെ സിറ്റി ഓഫ് ലൂംസ് ആൻഡ് ലോസ് എന്നറിയപ്പെടുന്ന കണ്ണൂരാണ്. കണ്ണൂരിലെ ചിറക്കിലെ കിഴക്കേ കോവിലമാണ് അവിടുത്തെ അക്കാഡമിയുടെ ആസ്ഥാനം. അപ്പോൾ അത് ശരി ഉത്തരമായി കണ്ണൂർ എന്ന് ആദ്യം പറഞ്ഞത് അപർണ വിഷ്ണു ആണെങ്കിൽ കൃത്യമായി കണ്ണൂർ ചിറക്കിൽ എന്ന് പറഞ്ഞ തോമസ് കലഞ്ഞൂരാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഇത് കൃത്യമായി എന്താണ് കണ്ണൂരിലെ ചിറക്കിലെ ഇന്ന് കോവിലകം എന്നാണ് പറഞ്ഞ ആൾക്കാരുമുണ്ട്. അത് ആദം മുഹമ്മദാണ്. അങ്ങനെ പോകുന്നു കമന്റുകളുടെ നിര. അതുപോലെ നിഖില പറയുന്നു, എൻ്റെ ഹസ്ബൻഡ് 24 ചാനൽ കാണാൻ സമ്മതിക്കുന്നില്ല. എന്താ ഹസ്ബൻഡെ ഒന്ന് കാണാൻ സമ്മതിക്കുക കുട്ടീനെ. അതോടെ ജെറിൻ പറയുന്നു, ഞാനും എൻ്റെ അമ്മയും വലിയ ഫാൻസാണ് 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും. താങ്ക് യു ജെറിൻ. അപ്പോൾ എല്ലാ അന്വേഷണവും കേട്ടോ അമ്മയോട്. യെസ്, അപ്പോൾ അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ രസകരമായ നമ്മൾ കാത്തിരിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന്റെ ജീവിതം സിനിമയാകാൻ പോവുകയാണ്. പ്രമുഖ നിർമ്മാണ കമ്പനിയായ ടി സീരീസ് ആണ് സിനിമയ്ക്ക് പിന്നിൽ. ബാറ്റർമാരുടെ പേടി സ്വപ്നമായ ഗ്ലെൻ മഗ്രാത്തും ബ്രെറ്റ്ലിയും ജേസൺ ഗില്ലസ്പിയും ഉൾപ്പെടുന്ന ഓസ്ട്രേലിയൻ ബൗളർമാരെ തല്ലി തകർത്തുകൊണ്ട് 18-ാം വയസ്സിൽ രാജ്യാന്തര ക്രിക്കറ്റിൽ ഗംഭീര തുടക്കം. ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്നും ആഘോഷിക്കുന്ന
നാറ്റ്വെസ്റ്റ് ട്രോഫിയിലെ വിജയശില്പി. സ്റ്റുവർട്ട് ബ്രോഡിനെതിരെ ഒരു ഓവറിൽ പറത്തിയ 6 സിക്സറുകൾ. ക്യാൻസറിനോട് മല്ലിട്ട കളത്തിൽ ചോര തുപ്പിയിട്ടും ഇന്ത്യക്ക് ഏകദിന ലോകകപ്പ് സമ്മാനിക്കൽ. യുവരാജ് സിംഗ് റിയൽ ലൈഫിൽ കാണിച്ച മാസൊന്നും ഒരു സിനിമയിലെ നായകനും ഇതുവരെ സ്ക്രീനിൽ കാണിക്കാനായിട്ടില്ല. വീരന്മാരും വീരകഥകളും ഏറെയുള്ള കായിക ലോകത്ത് യുവരാജിന്റെ കഥ വേറിട്ടതാണ്. ആ കഥ സിനിമയാവുകയാണ്. ടി സീരീസും 200 നോട്ട് ഔട്ട് സിനിമയും ചേർന്നാണ് യുവരാജിന്റെ കഥ വെള്ളിത്തിരയിലെത്തിക്കുന്നത്. സംവിധായകനെയും അഭിനേതാക്കളെയും ഉടൻ പ്രഖ്യാപിക്കും. തന്റെ കഥ സിനിമയായി എടുക്കുന്നതിൽ അഭിമാനമുണ്ട്. വെല്ലുവിളികളെ അതിജീവിക്കാനും സ്വപ്നങ്ങളെ അഭിനിവേശത്തോടെ പിന്തുടരാനും സിനിമ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുമെന്നാണ് തന്റെ പ്രതീക്ഷയെന്ന് യുവരാജ് പറഞ്ഞു. സച്ചിന്റെയും MS ധോണിയുടെയും മുഹമ്മദ് അസറുദ്ദീന്റെയും ഇന്ത്യയുടെ 1983 ലോകകപ്പ് വിജയവുമെല്ലാം സിനിമയായിട്ടുണ്ട്. യുവിയുടെ കഥയ്ക്കായും ആരാധകർ കാത്തിരിക്കുകയാണ്. സ്പോർട്സ് ഡെസ്ക് 24. നീലജലാശയത്തിൽ ഹംസങ്ങൾ നീരാടും പൂങ്കുളത്തിൽ നീർപ്പോളകളുടെ ലാളനമേറ്റൊരു നീലത്താമര വിരിഞ്ഞു നീലജലാശയത്തിൽ. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതെ, അലൻ എസ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ കുറേ സമയം ഈ പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അത് പാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക് ആവശ്യമുണ്ട്. ബ്രേക്കിന് ശേഷമാണ് മറ്റു വിശേഷങ്ങൾ നമ്മൾ പോകുന്നത്. മാത്രമല്ല ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കുന്നു, ഇന്ന് രാത്രി 12 ആകുമ്പോൾ, ഇനിയിപ്പോൾ കറക്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ 1 മണിക്കൂറില്ല, 1 മണിക്കൂറിൽ താഴെയുള്ളൂ, 40 മിനിറ്റോളം മാത്രമേ ഉള്ളൂ. ഒരാൾ ഇറങ്ങുന്നുണ്ടെന്ന് ട്രാക്കിൽ. ആരാ? നമ്മുടെ സ്വന്തം നീരജ് ചോപ്ര. അതായത് ലുസൈൽ ഡയമണ്ട് ലീഗിലെ ജാവലിൻ ത്രോയ്ക്കാണ്, അതിലെ മത്സരത്തിനാണ് ഇറങ്ങുന്നത്. യെസ്, അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഒരു ചെറിയ ഇടവേള, അത് കഴിഞ്ഞ് വരുമ്പോൾ മറ്റ് വിശേഷങ്ങളിലേക്ക് നമ്മൾ കടക്കും. ബ്രേക്ക്. വെൽക്കം ബാക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മുടെ ഈ പരിപാടിയുടെ സമയം പൂർണ്ണമായിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് 2 കമന്റ്സ് വായിക്കാം. ഷാജി പോയിൽ പറയുന്നു, ഇതുപോലെ ഓരോ ബ്രേക്ക് എടുക്കുമ്പോഴും ഓരോ ചോദ്യം ചോദിക്കണം. നിർബന്ധമായും അത് ചോദിക്കണം എന്നാണ് പറഞ്ഞത്. അത് ചോദിച്ചിരിക്കും. അടുത്ത ദിവസം തൊട്ട് ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ. അതെ, ഇപ്പൊ ആ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു അവതാരകൻ പാട്ട് പാടുന്നത് കാണുന്നത്. പ്രതീക്ഷ പറയുന്നു. ഒരുപാട് പേര് പാടുന്നുണ്ട്. നമ്മുടെ പ്രേതകഥ സ്ഥിരമായി പാടുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രേതകഥ ഇല്ലേന്ന് റോമി ചോദിക്കുന്നുണ്ട്. ഷേർലി ഗുഡ് നൈറ്റ് പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാണ് തിരുവനന്തപുരത്ത് ജില്ലാ സമ്മേളനം? ധന്യ ചോദിക്കുന്നത്. ധന്യ അത് ഉടൻ തന്നെ SKN അറിയിക്കുന്നതായിരിക്കും എന്നാണ് ജില്ലാ സമ്മേളനം. ഷഫീർ മണ്ണാർക്കാട് ഒരു മത്സരം നമ്മുടെ കമന്റ് ബോക്സിൽ കൊടുക്കുകയാണ്. പ്രജിൻ പ്രവിത എല്ലാവരോടും അവരുടെ ജില്ല കമന്റ് ചെയ്യാൻ പറയും. ഏത് ജില്ലയാണെന്ന് കമന്റ് ചെയ്യാൻ പറയും. ആരാണ് കൂടുതലെന്ന് നോക്കാം. അത് നിങ്ങൾ ആ വഴിക്ക് നടത്തിക്കോ അല്ലേ ആ മത്സരം. ഓക്കെ, അങ്ങനെ പോട്ടെ. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളും പുതിയ വാർത്തകളും ഒപ്പം എല്ലാ ദിവസത്തെ പങ്ക്തികളുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. 10:30 ഗുഡ് നൈറ്റ് ഷോ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ പറയാം അല്ലേ. ഗുഡ് നൈറ്റ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ബൈ.